മറ്റാരെങ്കിലും മുതലെടുക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ എനിക്ക് ചൂണ്ടിക്കാണിച്ചല്ലേ പറ്റൂ. അതിന് ഷെൽഫിലിരുന്ന ആഭരണങ്ങള് രാധിക മോഷ്ടിച്ചു എന്ന് പറയണ്ട. ചാവി രാധികയുടെ കയ്യിലിരിക്കെ ആഭരണങ്ങൾ നഷ്ടപ്പെട്ടതിന് ഏട്ടത്തിക്ക് ഉത്തരവുണ്ടോ? ഉണ്ടോ? സ്വർണം മോഷ്ടിച്ചതാരാണെന്ന് ഏട്ടത്തിക്ക് ഞാൻ ബോധ്യപ്പെടുത്തി തരാം. ഏട്ടത്തി ഒരു കാര്യം മാത്രം എനിക്ക് ചെയ്തു തന്നാ മതി. എന്താ? രാധികയുടെ വീട്ടുകാരെ ഇങ്ങോട്ടൊന്ന് വിളിക്കണം. എന്നിട്ട് നിന്റെ ഈ ആരോപണം അവരോട് പറയണം, അവരെ ചോദ്യം ചെയ്യണം. അതും നടക്കില്ല ഉർവശി. ഞാൻ അവരോട് ഒരു വാക്കുപോലും ചോദിക്കില്ല, ഒരു ചോദ്യവും ചോദിക്കില്ല. പക്ഷേ ഏട്ടത്തി കാത്തിരിക്കുന്ന തെളിവ് അല്ലാതെ തന്നെ ഏട്ടത്തിക്ക് കിട്ടിക്കോളും. എനിക്ക് നീ പറയുന്നൊന്നും മനസ്സിലാവുന്നില്ല. ഏട്ടത്തി ഒരു കാര്യം ചെയ്യും, രാധികയോട് അവളുടെ അച്ഛനമ്മമാരോട് ഇങ്ങോട്ടൊന്ന് വരാൻ പറ. അവര് വന്നിട്ടും കൃത്യമായ തെളിവ് ഏട്ടത്തിക്ക് കിട്ടിയില്ലെങ്കിൽ ഏട്ടത്തി എന്നെ ഇവിടുന്ന് പുറത്താക്കിക്കോ. അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ ഇവിടുന്ന് ഇറങ്ങിപ്പോയിക്കോളാം. ഇവിടുന്ന് ഉണ്ട് ചോറിനോട് അല്പം കൂറുള്ളതുകൊണ്ട് പറയാ, ഏട്ടത്തി കബളിപ്പിക്കപ്പെടുന്നുണ്ട്. നിഷ്കളങ്കയാണെന്ന് ഏട്ടത്തി പറയുന്ന രാധിക പൂർണ്ണമായിട്ടും അങ്ങനെയല്ല. ശരി, നീ പറയുന്നത് പോലെ രാധികയുടെ അച്ഛനമ്മമാരെ ഞാനിവിടെ വരുത്താം. പക്ഷേ തെളിവുകളൊന്നും എനിക്ക് കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ. എങ്ങനെ ഉണ്ടായിരുന്നു പാർട്ടി? പറയാനുണ്ടോ? വരുണിനെ പുകഴ്ത്താൻ ആളുകൾ പരസ്പരം മത്സരിക്കായിരുന്നില്ലേ? ഹേയ് നോ 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 നോ, ഇന്നത്തെ ഫംഗ്ഷൻ എന്റേതായിരുന്നില്ല. എന്റേർലി അത് മിസ്സസ് രാധികയുടേതായിരുന്നു. എടോ, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ അവിടെ ആരെങ്കിലും വെറുതെ ഇരുന്നിട്ടുണ്ടോ? എന്തായിരുന്നു തന്നെ പുകഴ്ത്തല്? പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. പാടി പാട്ട് ഗംഭീരമായിരുന്നു. ഇതിനും മേളിൽ വെക്കാൻ ഒന്നും തന്നെയില്ല. എന്നെ ഒരുപാട് പുകഴ്ത്തല്ലേ, ഞാൻ ചിലപ്പോ അഹങ്കരിച്ചു പോകും. അഹങ്കരിക്കണമെന്ന് മനസ്സിൽ തോന്നിയാലും അത് അറിയണ്ടേ? ഭാഗ്യത്തിന് എന്റെ ഭാര്യയ്ക്ക് അതറിയില്ല. എന്നാലും അയാളുടെ ആ വരവുണ്ടല്ലോ, ആ കൈ മുറിഞ്ഞ ആളുടെ, ഞാൻ പെട്ടെന്ന് വല്ലാണ്ട് പേടിച്ചുപോയി. സത്യം പറഞ്ഞ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അയാളുടെ നോട്ടവും ഭാവവും ഒക്കെ എന്തോ ഒരു പ്രത്യേകത ഉള്ളതുപോലെ എനിക്ക് തോന്നി. ശരിക്കും എന്നാലും ആ ഗ്ലാസ് എങ്ങനെ അയാളുടെ കയ്യിലിരുന്ന് പൊട്ടിയത്? നോർമലി ഗ്ലാസ് അങ്ങനെ പൊട്ടില്ല. ചിലപ്പോ പൊട്ടിയിരുന്ന ഗ്ലാസോ മറ്റോ ആയിരിക്കും അയാൾ എടുത്തത്. അയാളുടെ രൂപം മനസ്സിന്ന് പോകുന്നില്ല. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഒരാൾ എത്ര ക്രൂരനായിരുന്നാലും അയാളെ ആട്ടിൻകുട്ടിയെ പോലെ ആക്കുന്നത് സംഗീതമാണ്. പാട്ട് കേട്ടിട്ട് അയാൾ കയറി വന്നതാ. എന്നിട്ട് അയാൾ പറഞ്ഞു കേട്ടില്ലേ, ശ്യാമ മാഡത്തിന്റെ പാട്ടുകൾ മുഴുവൻ കയ്യിലുണ്ടെന്നല്ലേ പറഞ്ഞേ? അപ്പോ സംഗീതത്തിനോട് താല്പര്യമുള്ള ആള് തന്നെയായിരിക്കും. പിന്നെ കുറച്ച് പുതിയ പാട്ടുകളൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കണം. എന്തിനാ? ഇനി നമ്മുടെ ഫ്രണ്ട്സിന്റെ ഏതെങ്കിലും ഫംഗ്ഷൻ വന്നാല് അതിൽ ആദ്യത്തെ ഡിമാൻഡ് രാധികയുടെ പാട്ടെന്നുള്ളതായിരിക്കും. അച്ഛാ, പ്രിയങ്കയ്ക്ക് എങ്ങനെയുണ്ട്? ഇപ്പൊ രാത്രിയും ഭക്ഷണം കഴിച്ചിട്ടില്ല. അവള് കാണിക്കുന്ന വാശി നിനക്കറിയാലോ. അവള് ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞ് അച്ഛനും പട്ടിണിയാണോ? ഇല്ല, ഞാൻ കഴിച്ചു. അമ്മയുണ്ടോ അടുത്ത്? ഉണ്ട്. ഒന്ന് ഫോൺ കൊടുത്ത്. പറമോളെ. അച്ഛൻ ഭക്ഷണം കഴിച്ചോ അമ്മേ? കുറച്ച് കഴിച്ചു. എല്ലാരും കൂടി ഇങ്ങനെ തുടങ്ങിയാൽ പിന്നെ എങ്ങനെയാ? പ്രിയങ്കയ്ക്ക് സുഖമില്ലാന്ന് വെക്കാം, ബാക്കിയുള്ളവരും പട്ടിണി കിടന്നിട്ട് എന്തെങ്കിലും വരുത്തി വെക്കാനാണോ ഉദ്ദേശം? എന്ത് ചെയ്യാനാ മോളെ, മനസ്സിന് വല്ല സ്വസ്ഥതയും വേണ്ടേ? അമ്മ ഫോണൊന്ന് സ്പീക്കറിലിട്ട്. ഇട്ടു മോളെ.
അച്ഛാ, കുറച്ചു മുൻപ് വരുണിന്റെ അമ്മ എന്നോട് സംസാരിച്ചിരുന്നു. നിങ്ങൾ എന്താ കണിമംഗലത്തേക്ക് വരാത്തത്? ബന്ധുക്കളാവുമ്പോ ഇടയ്ക്ക് വന്നും പോയൊക്കെ നിൽക്കണ്ടേന്ന് ചോദിച്ചു. വരണം എന്നൊക്കെ കരുതുന്നുണ്ട് മോളെ. പക്ഷേ ഏട്ടത്തിയുടെ കുടുംബത്തിൽ നിന്ന് ഇവിടെ ആരും വരാറില്ല. ഞാനും അങ്ങനെ ആയി പോയോന്നാ അച്ഛനും അമ്മയൊക്കെ കരുതുന്നേ. അച്ഛനും അമ്മയും കൂട്ടി നാളെ ഇങ്ങോട്ടേക്കൊന്ന് വരാൻ പറ്റുമോ? അതിനെന്താ മോളെ, രാവിലത്തെ പൂജ കഴിഞ്ഞിട്ട് അച്ഛനും അമ്മയും കൂടി അങ്ങോട്ട് വരാം. അമ്മ കേൾക്കുന്നുണ്ടല്ലോ? ഉണ്ട് മോളെ. ഞങ്ങൾ എന്തായാലും നാളെ രാവിലെ വരാം. നീ പത്മിനിയോട് പറഞ്ഞു. ആ ശരി, എന്നാല് നാളെ വന്നിട്ട് നമുക്കെല്ലാം വിശദമായിട്ട് സംസാരിക്കാം. ശരി. ആ. അവര് ചോദിക്കുന്നത് സത്യമല്ലേ? നമ്മളിങ്ങനെ പരിപൂർണമായിട്ട് മാറിയെന്ന് അവരെന്താ കരുതുക? സത്യം പറഞ്ഞ പ്രിയങ്ക തിരിച്ചു വന്ന കാര്യം നമ്മൾ നേരിട്ട് വിളിച്ച് പറയേണ്ടതായിരുന്നു. അത് ചെയ്തില്ല. സാഹചര്യങ്ങൾ നമ്മളെ കൊണ്ട് നിർത്തുന്നത് വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ്. പ്രിയങ്കമ്മളുടെ കാര്യത്തില് എന്ത് പറഞ്ഞു വിളിച്ചു പറയാനാ നമ്മള്? സത്യത്തില് പ്രിയങ്കയുടെ തിരിച്ചുവരവ് അവിടെയുള്ളവരെ പേടിപ്പിക്കുന്നുണ്ടാവില്ലേ? ഉണ്ടാവും. അവസരം ഉപയോഗിക്കാൻ അറിയാവുന്നവര് അവിടെ തന്നെ ഉണ്ടല്ലോ. എന്തായാലും നാളെ അവിടെ ചെല്ലുമ്പോ എല്ലാം വിശദമായിട്ട് തന്നെ പറയണം. നമ്മുടെ അവസ്ഥ മനസ്സിലാക്കുന്നവരാ പരമേശ്വരനും പത്നി.